നമുക്ക് അറിയേണ്ട കാര്യം രണ്ട് പ്രൊജക്ടർ എന്തിനാണ്? രണ്ട് പ്രൊജക്ടർ, ഒരു പ്രൊജക്ടറിനകത്ത് ഫിലിം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ അടുത്ത പ്രൊജക്ടറിലോട്ട് ഈ ഫിലിം തീർന്നു കഴിഞ്ഞാൽ അടുത്ത പ്രൊജക്ടറിലോട്ട് ഓപ്പൺ ആകാൻ വേണ്ടിയാണ് ഈ രണ്ട് പ്രൊജക്ടർ നമ്മൾ ഉപയോഗിക്കുന്നത്. ആദ്യം ആ പ്രൊജക്ടർ ഓൺ ചെയ്യും, ആ പ്രൊജക്ടർ ഓൺ ചെയ്ത് രണ്ടാമത്തെ റീലിൻ്റെ അവസാനമാവുമ്പോൾ കൃത്യമായിട്ട് അത് ഓഫ് ചെയ്യുകയും ഇത് ഓൺ ചെയ്യുകയും ചെയ്യും അല്ലേ? അതെ. 3ഉം 4ഉം റീലുകൾ ഇതിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിലെ 1ഉം 2ഉം റീലുകൾ പ്രൊജക്ടർ ഓപ്പറേറ്റർ റിമൂവ് ചെയ്യുകയും അത് അദ്ദേഹത്തിൻ്റെ സഹായി റീവൈൻഡ് ചെയ്യാൻ കൊണ്ടുപോവുകയും ചെയ്യും. 5ഉം 6ഉം റീലുകൾ ചേർത്തിട്ടുള്ള ജംബോ റീല് അതിൽ ലോഡ് ചെയ്യും. അങ്ങനെ മാറി മാറിയാണ് രണ്ട് റീല് വീതം മാറി മാറിയാണ് ഈ പ്രൊജക്ടറിൽ ഓടുക. നിങ്ങൾക്ക് പരിചയമുണ്ടാവും, ചില സിനിമയ്ക്ക് ചില തിയേറ്ററുകളിൽ പോകുമ്പോൾ ഒരു റീലിൻ്റെ ഈ രണ്ടാമത്തെ റീലിൻ്റെ അവസാനത്തെ സീനിൻ്റെ ഒരു പകുതിയൊക്കെ ചിങ് എന്ന് പറഞ്ഞിട്ട് മറ്റേ ഇതിലേക്ക് പോകും. അത് പ്രൊജക്ടർ ഓപ്പറേറ്റർ ശ്രദ്ധിക്കാതിരിക്കുമ്പോഴോ അശ്രദ്ധയോട് കൂടിയിട്ട് ഇത് കൈകാര്യം ചെയ്യുമ്പോഴാണ് സംഭവിക്കുക. ശരിയാണോ? ചിലപ്പോൾ ഈ അവസാനത്തെ ചില ഷോട്ടുകളൊന്നും നമ്മൾ സിനിമയിൽ കാണില്ല. ഇപ്പോൾ സിനിമ സംവിധാനം ചെയ്യുന്ന ആളുകളൊക്കെ നെഞ്ഞത്തടിച്ചിട്ട് ചിലപ്പോൾ, കാരണം ആ ലാസ്റ്റ് സീനിലെ ഒരു ഡയലോഗ് ചിലപ്പോൾ കഥയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ലാസ്റ്റ് ഡയലോഗ് അങ്ങോട്ട് പ്രൊജക്ടർ ഓപ്പറേറ്റർ കൊണ്ടുപോകും. അപ്പോൾ കഥ മനസ്സിലായില്ല എന്നൊക്കെ ചിലപ്പോൾ ആൾക്കാർ പറയും. അങ്ങനെ ചിലപ്പോൾ സംഭവിക്കാറുണ്ട് അല്ലേ? വളരെ അപൂർവമായിട്ട് സംഭവിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ശ്രമകരമായ കാര്യമാണ്. വേഗത, കൃത്യമായിട്ടുള്ള എന്താ പറയേണ്ട ശ്രദ്ധയൊക്കെ ആവശ്യമുള്ള ഒരു ജോലിയാണ്. സ്ക്രീനിൽ നമ്മൾ സിനിമ കാണുമ്പോൾ ഈ കാർബൺ കറക്റ്റായിട്ട് ടച്ച് ചെയ്യുകയും കറക്റ്റായിട്ട് സ്പാർക്ക് ഉണ്ടാവുകയും ചെയ്തില്ലെങ്കിൽ ഇടയ്ക്ക് സ്ക്രീനിൽ മറ്റേ വിഷ്വൽ ഇങ്ങനെ ലൈറ്റ് ഇല്ലാണ്ടാവും, മങ്ങിപ്പോവും. അതാണ് നമ്മൾ ഇടയ്ക്ക് ചില തിയേറ്ററുകളിൽ, ചില സി ക്ലാസ് തിയേറ്ററുകളിലൊക്കെ ഈ കാർബൺ കത്തിക്കുന്നതിൽ കുറച്ച് പിശുക്ക് കാണിക്കും. അപ്പോഴാണ് സ്ക്രീനിലിടയ്ക്ക് ഡള്ളാവുകയൊക്കെ ചെയ്യുന്നത്. ഇത് ഈ കാർബൺ കത്തിക്കുന്നത് ലങ്സിന് കേടാണെന്ന് പറയുന്നത് ശരിയാണോ? ഇതിൽ കാർബണിൻ്റെ പുക ശ്വസിക്കുന്നത്, കാർബണിൻ്റെ പൊടി അങ്ങനെയൊക്കെ ഉള്ളത് കാലക്രമേണ കേടാണ്. അജയ് എവിടെ നിന്നാണ് പഠിച്ചത് പ്രൊജക്ടർ ഓപ്പറേഷൻ? കൊച്ചിയിൽ നിന്നാണ് പഠിച്ചത്. പിന്നെ ഇവിടെ വന്നാണ് കൂടുതലും പ്രാക്ടീസ് ചെയ്തത്. അപ്പോൾ ഒരു പ്രൊജക്ടർ ഓപ്പറേറ്ററുടെ കൂടെ അസിസ്റ്റൻ്റായി കൂടിയിട്ട് പഠിക്കുകയായിരുന്നു? കണ്ട് ചെയ്ത് പഠിക്കുകയാണ്. ഈ ഓരോ ഇത് കഴിഞ്ഞാലും ഇത് റീവൈൻഡ് ചെയ്യണം. അതൊരു ജോലിയാണല്ലേ? അത് മാത്രമല്ല മറ്റേ അടുത്ത റീല് തീർന്നതിന് മുമ്പ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യണം. അപ്പോൾ ഒരു സിനിമ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ രണ്ട് ഓപ്പറേറ്റർമാർ വേണം. രണ്ട് ഓപ്പറേറ്റർമാർ വേണം. സിനിമ ആദ്യം കാണുന്നതിൻ്റെ ഒരു ത്രില്ല് പ്രൊജക്ടർ ഓപ്പറേറ്റർക്ക് ഉണ്ടാവും. ആദ്യ ഷോ തന്നെ ആദ്യം കാണുന്നതിൻ്റെ ഒരു ത്രില്ല് ഉണ്ടാവും. കുറച്ച് ദിവസം കഴിയുമ്പോൾ എങ്ങനെയൊക്കെ ആയാലും ഇതൊന്ന് മാറിയാൽ മതിയെന്നത് ചില സമയത്ത് വിചാരിക്കും. അപ്പോൾ ആദ്യ ഷോ കാണുമ്പോൾ തന്നെ ഈ സിനിമയുടെ വിധി എന്താണെന്നുള്ളത് മനസ്സിലാവും. അനാരോഗ്യകരമായ, ആരോഗ്യത്തെ ബാധിക്കുന്ന കാർബൺ കത്തിക്കലും ഈ കടുത്ത ചൂടിനുള്ളിലൊക്കെ നിന്നിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലം പ്രൊജക്ടർ ഓപ്പറേറ്റേഴ്സിൻ്റെയും ഈ പഴയ പ്രൊജക്ടേഴ്സിൻ്റെയും ഒക്കെ കാലം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുതിയ കാലത്തിലേക്ക് കിടക്കുകയാണ്. ഡിജിറ്റലി പ്രൊജക്റ്റ് ചെയ്യുന്ന സിനിമകളിപ്പോൾ ഡിജിറ്റലിയാണ് അധികവും പ്രൊജക്റ്റ് ചെയ്യുന്നത്. എയർ കണ്ടീഷൻ ക്യാബിനുള്ളിലേക്ക് ഈ എന്താ പറയുക, ചുട്ട് പൊള്ളുന്ന ഈ തീച്ചുളയിൽ നിന്നും ഒരു കുളിർമയുള്ള ഒരു സ്ഥലത്തേക്ക് പ്രൊജക്ഷൻ പറിച്ചു നടപ്പെടുകയാണ്. പഴയ കാലത്തിൻ്റെ ഓർമ്മകളായിട്ട് ചിലപ്പോൾ കുറച്ച് കാലം കൂടി കഴിഞ്ഞാൽ ഒരു 1-2 വർഷങ്ങൾക്ക് ശേഷം ഇതെല്ലാം നമുക്ക് വല്ല സിനിമയുടെ ആർക്കൈവുകളിലോ അല്ലെങ്കിൽ മ്യൂസിയങ്ങളിൽ മാത്രം കാണുന്ന പീസായിട്ട് മാറാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇവിടെയുള്ള മറ്റൊരു കാര്യത്തിലേക്ക് വരാം. സിനിമയുടെ ഇടയിൽ നമ്മൾ കാണാറുള്ള പരസ്യം, ചില സ്ലൈഡുകളിടും. ചില തിയേറ്ററിൽ ചില സ്വർണ്ണ കടയുടെയോ അല്ലെങ്കിൽ ചായക്കടയുടെയോ ഒക്കെ പരസ്യങ്ങൾ കാണും. അതിന് സ്ലൈഡ് എന്നാണ് പറയുന്നത്. ആ സ്ലൈഡ് പ്രൊജക്റ്റ് ചെയ്യുന്നത് ഞാൻ ഈ അടുത്ത കാലം വരെ വിചാരിച്ചിരുന്നത് ഈ പ്രൊജക്ടറിലാണ് പ്രൊജക്റ്റ് ചെയ്യാന്നാണ്. പക്ഷേ ഈ പ്രൊജക്ടറിലല്ല സ്ലൈഡ്സ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. സ്ലൈഡ്സ് പ്രൊജക്റ്റ് ചെയ്യാൻ സ്ലൈഡ് പ്രൊജക്ടർ ഉണ്ട്. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. ഇതിലെങ്ങനെയാണ് അത് ലോഡ് ചെയ്യുന്നത്? ഇതാണ് ഇതിൻ്റെ സ്ലൈഡ്സ്. ഇതിൻ്റെ ഓരോ ഓർഡർ അനുസരിച്ചിട്ടാണ് ഇത് വെക്കുന്നത്. അപ്പോൾ ഇത് ഇടും. ഇതിൽ ഓൾറെഡി ഉള്ളത് ഇതേ ഓർഡറിൽ നിങ്ങൾ അപ്പുറത്ത് രണ്ടുപേരും നിന്നിട്ടാണോ ചെയ്യുക? ഒരാളെന്നെ സ്ലൈഡ് ഇത് തന്നെ. അപ്പോൾ അവിടെ സൈഡ് കെട്ടി കഴിഞ്ഞാൽ ഇത് ഓണാകും. അവിടെ ഓണാകും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ്. ഇതിപ്പോൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ അവിടുത്തെ പരസ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ
എന്നിട്ട് മാറ്റുന്നത്. അടുത്തത് വന്നു. ഇത് അടുത്തോട്ട് വെക്കുന്നു, അറ്റത്തേക്ക് വെച്ചു. അടുത്തത് കയറ്റി വെക്കുന്നു. അപ്പോൾ കാർബൺ ശ്രദ്ധിക്കണം. അടുത്ത കഴിഞ്ഞ് കഴിഞ്ഞാൽ നീക്കുന്നു, എടുത്ത് വെക്കുന്നു. അടുത്ത ഇത് ഇപ്പോൾ പരസ്യം കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങോട്ട് നീക്കുന്നു. മറ്റേല് ഫോട്ടോ ഫോണിൻ്റെ ലെൻസ് കാണിച്ചതുപോലെ ഇത് സ്ലൈഡിനുള്ള ലെൻസാണ്. ഇതിൻ്റെ ഉള്ളിലും കാർബൺ തന്നെയാണ് കത്തിക്കുന്നത്. മറ്റ് പ്രൊജക്റ്റിൽ കത്തിക്കുന്ന പോലെ ഇതിനകത്തും കാർബൺ തന്നെയാണ് കത്തിക്കുന്നത്. ഇത് എന്തിനുള്ളതാണ്? ഇതിൻ്റെ പുക പോകാൻ, കാർബണിൻ്റെ പുക നമുക്ക് മറ്റേ ഇതൊന്നും ഉണ്ടായിരിക്കാൻ വേണ്ടി പുക വെളിയിലോട്ട് പോകാൻ വേണ്ടി.